എല്ലാ വിഷയങ്ങളും പരിഗണിച്ചുകൊണ്ടാകും തീരുമാനമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏകപക്ഷീയമായ തീരുമാനമുണ്ടാകില്ല. അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കില്ല എന്നും സൂചനയുണ്ട്. ആർ റോഷിപാൽ, നോബിൾ മാരിക്കാരൻ, പി ആർ സുനിൽ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. നോബിളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നോബിൾ, ഇന്ന് രാവിലെ മുതൽ മാരത്തൺ ചർച്ചയാണ്, നീളയും കുറുകയും ചർച്ചയാണ്. അവിടെ വർക്കിംഗ് പ്രസിഡന്റുമാർ വരുന്നു, മുൻ KPCC അധ്യക്ഷന്മാർ വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും നടന്ന ചർച്ചയൊന്നും പോരാഞ്ഞിട്ടാണ് ഇന്നത്തെ തുടർ ചർച്ചകൾ. ഇന്നെങ്കിലും തീരുമാനമാകുമോ? മാധു, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ആകുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഉള്ളത്. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ അടിയന്തരമായി ചാർട്ടേഡ് വിമാനത്തിലാണ് ദില്ലിയിലേക്ക് എത്തുന്നത്. അടിയന്തര സാഹചര്യം ഉള്ളതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ എത്താനുള്ള നിർദ്ദേശം നൽകിയത് എന്ന് അറിയാൻ കഴിയുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം ഒരുപക്ഷെ 6 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്കോ ഒരു കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ നടത്തും. അതിന് പിന്നാലെ ഒരു തീരുമാനത്തിലേക്ക് പോകും എന്നാണ്, പ്രഖ്യാപനത്തിലേക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ ഒരു നാളത്തേക്ക് മാറും. നാളെ കടക്കില്ല, നാളേക്ക് അപ്പുറം ഈ തീരുമാനം നീണ്ടുപോകില്ല എന്ന് നേതാക്കൾ ആവർത്തി വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ മാരത്തൺ ചർച്ചകളാണ് ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുൻ KPCC അധ്യക്ഷന്മാരായ K സുധാകരൻ, K മുരളീധരൻ, MM ഹസൻ അടക്കമുള്ള ആളുകൾ, ഒപ്പം VM സുധീരൻ അല്പം മുമ്പാണ് ദില്ലിയിലേക്ക് എത്തിയത്. VM സുധീരൻ ഇനിയിപ്പോൾ 4 മണിക്കോ 4:30 ശേഷമായിരിക്കും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുക എന്ന് അറിയുന്നു. ഒപ്പം വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ വിശദമായി അവരുടെ നിലപാടുകൾ നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എത്തിയ നേതാക്കളിൽ ഭൂരിഭാഗം പേരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുള്ളതാണ്. KC വേണുഗോപാൽ നിലവിൽ MLA മാരുടെ പിന്തുണ, MP-മാരുടെ പിന്തുണ, ഒപ്പം ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും പിന്തുണ കൂടി ഉണ്ട് എന്നൊരു സാഹചര്യം ഇന്നിപ്പോൾ, അത്തരത്തിലൊരു സാഹചര്യം ഇന്നിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി നമ്മൾ പറയണം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ MLA-മാരുടെ പിന്തുണയുള്ള പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം ഹൈക്കമാൻഡ് നടത്തുന്നത്. പക്ഷേ VD സതീശനും രമേശ് ചെന്നിത്തലയും സജീവമായി തന്നെ ആ പദവിക്ക് വേണ്ടി രംഗത്തേക്ക് വന്ന പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ വീണ്ടും നീണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായത്. ജനപങ്കാളിത്തം, ജനപിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ VD സതീശനുണ്ട്, ഒപ്പം പ്രവൃത്തി പരിചയം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഈ ഘടകങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുക. ഒരു തീരുമാനവും അടിച്ചേൽപ്പിക്കാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളോടുകൂടി ദില്ലിയിലേക്ക് എത്തുവാനും നേതാക്കളുടെ അഭിപ്രായം ശേഖരിക്കാനും തീരുമാനം എന്തായാലും ഉണ്ടായത്. ഇന്നിപ്പോൾ യോഗത്തിൽ കൂടിക്കാഴ്ചയിലടക്കം 15 മിനിറ്റോളം വെച്ച് ഓരോ നേതാക്കളെയും വെവ്വേറെയാണ് രാഹുൽ ഗാന്ധി കണ്ടത്. ഈ 15 മിനിറ്റത്തെ കൂടിക്കാഴ്ച ചില മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് ഉണ്ടായ പ്രതിഷേധങ്ങളെ കുറിച്ചടക്കം വ്യക്തമാക്കി വിശദീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായ പ്രതിഷേധങ്ങളൊക്കെ ആസൂത്രിത പ്രതിഷേധങ്ങളാണ് എന്താണ് ഇതിൽ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുകയാണ് റോഷിപാൽ. ഇതുപോലെ ഒരു വൈകുന്നേരമാണ് ആദ്യഘട്ട ചർച്ചകളും നടന്നത്. സ്വാഭാവികമായും അതിന്റെ ഒരു ആവർത്തനം എന്ന നിലയ്ക്ക് നമുക്ക് തോന്നാം. പക്ഷേ ചർച്ചകളും ചർച്ച ചെയ്യുന്ന ആളുകളും ഒക്കെ മാറുകയാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മല്ലികാർജ്ജുന ഖാർഗെ ദില്ലിക്ക് പറഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നിർണായകമായ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കാം. ആൾബലം വേഴ്സസ് ആൾക്കൂട്ട വികാരം, ഏതു ജയിക്കും? മാധവ്, കാത്തിരുന്ന് കാണണം. കാരണം ഇതുവരെ സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം 63 MLA-മാർ, അതിൽ ബഹുഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. MP-മാരിലും ബഹുഭൂരിപക്ഷം KC വേണുഗോപാലിനൊപ്പം, മുതിർന്ന നേതാക്കളും മുൻ KPCC അധ്യക്ഷന്മാരും KC വേണുഗോപാലിനൊപ്പം. അതേസമയം തന്നെ മുസ്ലിം ലീഗ് എന്ന UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പരസ്യമായി VD സതീശന് പിന്തുണ നൽകുന്നു. അങ്ങനെ തെരുവിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. എല്ലാം നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡ് ഇടപെട്ടു. പക്ഷേ ഇപ്പോഴും പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡ്. അതുകൊണ്ടാണ് ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനം നടത്തുന്നില്ല എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി എല്ലാ നേതാക്കളെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. 10 നേതാക്കളെയാണ് വിളിപ്പിച്ചത്. 8 പേർ ദില്ലിക്ക് പോയി. 2 പേർ രാഹുൽ ഗാന്ധിയെ ടെലിഫോണിൽ അവരുടെ അഭിപ്രായം അറിയിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്, രണ്ടാമത്തേത് അടൂർ പ്രകാശാണ്. ആ 2 പേരും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ്. അങ്ങനെയുള്ള 10 നേതാക്കളിൽ 8 പേരും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ VD സതീശനെ അനുകൂലിക്കുന്നവർ VD സതീശൻ തന്നെ പരാതിപ്പെട്ടത് വർക്കിംഗ് പ്രസിഡന്റുമാരെ ഈ കൂടിക്കാഴ്ചയിൽ നിന്നും ഒഴിവാക്കണം. കാരണം അവർ നേരത്തെ MLA-മാരെ KC വേണുഗോപാലിന് അനുകൂലമാക്കാൻ വേണ്ടി പ്രവർത്തിച്ചവരാണെന്ന്. പക്ഷെ അതൊന്നും ഹൈക്കമാൻഡ് മുഖവിലക്കെടുത്തിട്ടില്ല. ഹൈക്കമാൻഡ് എല്ലാവരുടെയും അഭിപ്രായം ആരായുകയാണ്. കാരണം ഒരു തുടർഭരണമാണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലുള്ളത്. 5 വർഷം കഴിഞ്ഞ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് വീണ്ടും UDF-ന് അധികാരത്തിലെത്താൻ കഴിയണം. കാരണം ഇതൊരു ചരിത്ര ഭൂരിപക്ഷം കൂടിയാണ് 102 സീറ്റ് എന്നത്. അതുകൊണ്ട് ആ ലക്ഷ്യം കൂടി വെച്ച് ഏറ്റവും മികച്ചൊരു നേതാവിനെ, ഒരുപക്ഷെ പരിചയ സമ്പത്ത് അല്ലെങ്കിൽ ജനകീയനായ നേതാവ്, അങ്ങനെ എന്തെങ്കിലും ഒരു പരിഗണന ഹൈക്കമാൻഡിന്റെ മനസ്സിലുണ്ടാകാം. പക്ഷേ അത് ഏകപക്ഷീയമല്ല എന്ന് ചിത്രീകരിച്ചായിരിക്കും പ്രഖ്യാപനം. ഇന്ന് രാത്രിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം എല്ലാ നേതാക്കൾക്കുമുണ്ട്. എല്ലാ ക്യാമ്പിനും അവരുടെ നേതാക്കൾ
മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസമുണ്ട്. കാരണം എല്ലാവർക്കും ഓരോ പോസിറ്റീവ് മെറിറ്റും ഡീമെറിറ്റും ഉണ്ട്. അവരൊക്കെ ആ മെറിറ്റിലാണ് അവരുടെയൊക്കെ പ്രതീക്ഷ. എല്ലാവരും ആഹ്ലാദ പ്രകടനത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് തലസ്ഥാനം മുതൽ എല്ലാ ജില്ലകളിലും. എപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മാത്രം. കാരണം വിമർശനം ഉയർന്നു കഴിഞ്ഞു. BJP ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഒരു ഭാഗത്ത് ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നത്തേക്കപ്പുറം കടന്നാൽ അത് വലിയ വിമർശനം പരസ്യമായി തന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷി സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സത്യപ്രതിജ്ഞ നീണ്ടുപോയാൽ 23-ന് സർക്കാർ അധികാരമേൽക്കേണ്ടതാണ്. അതിനിടയിൽ ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാൽ പിന്നീട് അതിനൊപ്പമുള്ള മന്ത്രിമാരെ ചേർത്ത് ക്യാബിനറ്റ് ആദ്യം ചേരണം. അതിനുശേഷം MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണം. പിന്നീട് മന്ത്രിസഭാ വികസനമുണ്ട്. അങ്ങനെ ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. ഇത് പൂർത്തീകരിക്കണം. അതിനൊക്കെയുള്ള സമയം വേണം. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഏതായാലും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. റോഷി ബാലാണ് വിവരങ്ങൾ നൽകിയത്. തുടർ ഭരണവും മന്ത്രിസഭാ രൂപീകരണവും ഒക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഭരണം തുടങ്ങട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നേ ഉള്ളൂ. PR സുനിൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സുനിൽ, ഇതിൽ അടിച്ചേൽപ്പിക്കില്ല എന്നൊരു വാക്ക് വരുന്നുണ്ട് ഹൈക്കമാൻഡിൽ നിന്ന്. അത് ആരുടെ മേൽ എന്നതാണ് ചോദ്യം. നേതാക്കൾക്ക് മേലാണോ, ജനങ്ങൾക്ക് മേലാണോ? ഇതൊക്കെ ഓരോരോ താല്പര്യങ്ങളാണല്ലോ. അപ്പോൾ ആർക്ക് മേൽ അടിച്ചേൽപ്പിക്കില്ല എന്നാണ് മാധു കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ പറയുന്നത്. കേരളത്തിൽ ജനവികാരം നല്ല രീതിയിൽ കോൺഗ്രസിന് UDF-ന് അനുകൂലമായി വന്നതാണ്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടായിരിക്കും തീരുമാനം എടുക്കുക. ജനങ്ങൾക്ക് മേൽ, കേരളത്തിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലൊരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. ഏതായാലും മുതിർന്ന AICC നേതാക്കളൊക്കെ തന്നെ പറയുന്നത് കേരളത്തിൽ നേരത്തെ നിരീക്ഷകരെത്തിയപ്പോൾ MLA-മാരുടെ അഭിപ്രായം കണക്കിലെടുത്ത് ഒരു തീരുമാനം നേരത്തെ ഹൈക്കമാൻഡ് എടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം ചില പ്രത്യേക സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായി. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ വേണ്ടി വന്നത്. ഏതായാലും ഒരു അസാധാരണ സാഹചര്യം കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അസാധാരണ സാഹചര്യമായി ഇതിനെ കാണാനാകില്ല. കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ തന്നെയാണ് AICC-യുടെ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കൂടുതൽ ചർച്ചകൾ വേണ്ടി വന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരെ വിളിച്ചത്, വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിച്ചത്. ഏതായാലും വൈകാതെ പ്രഖ്യാപനമുണ്ടാകും. അങ്ങനെ പ്രഖ്യാപനമുണ്ടാകുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട്, ഈ ജനവിധി പരിശോധിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കും. അപ്പോഴാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാവില്ല കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന്. അതായത് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം വരാൻ പോകുന്നത്.